പേടിച്ചു പോയോ? ഇരുട്ടിൽ പതുങ്ങിയിരിക്കുന്ന കള്ളനെ കണ്ടാൽ പേടിക്കാണ്ടിരിക്കോ? ഇല്ലത്തെ ചെപ്പിലെ പൊന്നെടുക്കാൻ വന്ന കള്ളൻ ആരെങ്കിലും കാണും. വേണ്ടൂന്നേ. ഇല്ലത്തെ ആൽത്തറയിലെ യക്ഷിഗന്ധർവന്മാരാണെന്ന് ധരിച്ചോളൂ. ആൽത്തറയിലൊന്നും പാടില്ല. ഇല്ലത്തെ ആൽത്തറയാ. അശുദ്ധം കണ്ടാ സർപ്പം കയറും. ഓ, അത് പണ്ടാരാണ്ട് പറ്റിക്കാൻ പറഞ്ഞുണ്ടാക്കിയത്. എനിക്ക് പേടിയാവുന്നു. ഞാൻ പോട്ടെ. സീതകുട്ടി, സീതകുട്ടി, ബംഗ്ലാവിലേക്ക് പോകേണ്ട കാര്യം മറന്നോ? ഞാൻ മറന്നുപോയി. എന്നാ റെഡി ആയിക്കോളൂ. നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. നാണു അധികം നിർബന്ധിച്ചിരിക്കുമല്ലേ? ഇരിക്കാം. വെറുതെ ഇരുത്താനാണ് ഇന്നും വിളിപ്പിച്ചത്. മദ്യം വേണോ? വേണ്ട. പിന്നെന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടതെല്ലാം തരാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയും. നിനക്കൊരു ജീവിതം വരെ തരാൻ എനിക്ക് കഴിയും. ഞാൻ അല്പം മദ്യപിച്ചോട്ടെ. വിരോധമില്ലല്ലോ. വിരോധമുണ്ടായാലും ഞാൻ കഴിക്കും. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓ, എന്റെ മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയായിരിക്കും. ഒരു പ്രത്യേക മനുഷ്യൻ തന്നെ. രാത്രി ഉണർന്നിരുന്ന് പാടിക്കൊണ്ടേയിരിക്കും. പ്രകൃതി എന്നുള്ള പാട്ട് എന്തിനെന്നും പാടുന്നു. നിങ്ങൾ ആരാണ്? അതെ, ഞാൻ ആരാണ്? എന്റെയും അന്വേഷണം അതാണ്. എനിക്കും പിടികിട്ടിയിട്ടില്ല ഞാൻ ആരാണ്. നിങ്ങൾക്ക് ഭ്രാന്താണ്. ആ രോഗം വന്ന് അനുഗ്രഹിക്കാത്തതാണ് എന്റെ ദുർവിധി. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. കടവാതിലുകളും കഴുകന്മാരുമാണ് ഈ വാടക വീട്ടിലെ എന്റെ കൂട്ടുകാർ. സമയം വെറുതെ പോകുന്നു. കറക്റ്റ്. വ്യഭിചാരത്തിനല്ലേ നാം വീണ്ടും സന്ധിച്ചത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, വ്യഭിചരിക്കുന്ന പെണ്ണിനെ വേശ്യ എന്ന് വിളിക്കും, പുരുഷനെയോ? എനിക്കറിയില്ല. കോപിക്കാതെ പെണ്ണെ, ഞാനൊരു വ്യഭിചാര തൽപരനല്ലെന്ന് നീ ധരിക്കരുത്. നിന്നേക്കാളേറെ വ്യഭിചരിച്ചിട്ടുള്ളവനാണ് ഞാൻ. നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? കാണാൻ. നാം തുല്യ ദുഃഖിതരായതുകൊണ്ട്. ഭാര്യ എന്നെ വഞ്ചിച്ചു, കാമുകൻ നിന്നെയും. സീത, ഞാൻ നിന്റെ അടുത്തോട്ടൊന്നിരുന്നോട്ടെ? അനുവാദം ചോദിക്കുന്ന എന്തിനാ ഒരു വേശ്യയോട്? സത്യത്തിൽ നീ വേശ്യ അല്ല. നീ ശരീരം കൊണ്ട് തെറ്റ് ചെയ്തിരിക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി. പക്ഷേ മനസ്സുകൊണ്ട് വ്യഭിചരിച്ചിട്ട്. മനസ്സും ശരീരവും കൊണ്ട് തെറ്റ് ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. കുറ്റമല്ല നിങ്ങളെ ഭാര്യ വഞ്ചിച്ചത്. എനിക്ക് ദുഃഖമില്ല. ടു എവറി ആക്ഷൻ there is an equal and opposite reaction. എന്റെ പ്രവൃത്തിയുടെ ഫലം. ഞാനും മനസ്സുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി. ഒരിക്കൽ മാത്രം. എടാ കുഞ്ഞെ, കോപിക്കാതെ നീ അല്പം ചിന്തിക്ക്. നീ ആരാണെന്നറിയാമോ? മംഗലശ്ശേരി പത്മനാഭൻ തമ്പിയുടെ ഏക മകൻ. അതാണെങ്കിൽ ഒരു നമ്പൂതിരി പെൺകുട്ടി. നമ്മുടെ ആശയ്ക്ക് ഒരു അതിരൊക്കെ ഇല്ലേ? ഇത് നടക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? നടത്തും അമ്മാവ. കുഞ്ഞെ, നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ. നിന്റെ ഈ ആഗ്രഹം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച അമ്മാവനാണോ ഈ പറയുന്നത്? സീത പെണ്ണല്ലേ? സൗന്ദര്യമല്ലേ? വിദ്യാഭ്യാസമല്ലേ? എല്ലാം ഉണ്ട്. പക്ഷെ അവൾ വെറും സീത മാത്രമല്ല, സീതാലക്ഷ്മി അന്തർജനമാണ്. അത് നീ മറക്കരുത്. അമ്മാവ, പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ഇവിടത്തെ കരയോഗത്തിന്റെ നിലപാടൊക്കെ പോറ്റിക്കറിയാമല്ലോ. അറിയാം. പോറ്റി, വേറൊരു ജോലി കിട്ടിയിട്ട് പോരെ ഉള്ള ജോലി കളയാൻ? എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യും. പോറ്റിയിരിക്കും. പോറ്റി PSC ടെസ്റ്റ് ഒന്നും എഴുതാറില്ലേ? ഓ, ചായ കുടിക്കുന്നു? വേണ്ട. പോറ്റിക്ക് എന്താ ഒരു ദുഃഖം? BA-കാരൻ കീഴ്ശാന്തിപ്പണി ചെയ്യുന്നതിൽ അപകർഷതാബോധമുണ്ടോ? എന്തു പണിയും എനിക്കിഷ്ടം. ഒരു നല്ല ജോലി കിട്ടുന്നത് വരെ ഈ പണി തുടരുന്നതാണ് നല്ലത്. എവിടുന്ന് കിട്ടാൻ? പോറ്റി വിഷമിക്കാതെ. ഇല്ലത്ത് പിറന്നുവെങ്കിലും ഇല്ലായ്മയിലാണ് ഞാൻ വളർന്നത്. ഉയർന്ന ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഒരു സർക്കാർ ജോലിക്ക് അർഹനുമല്ല.
ഞാൻ പോട്ടെ. ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടെന്തേ ഒന്നും മിണ്ടാത്തെ? എനിക്ക് വേഗം പോണം. പറയാനുള്ളത് പറയൂ. 1001 രാത്രിയിലെ കഥകൾ പറയാനുണ്ടെന്ന് തോന്നലിലാണ് ഞാൻ വന്നത്. പക്ഷേ നിന്നെ കണ്ടപ്പോഴൊന്നും പറയാൻ കഴിയുന്നില്ല. സീത, നീ എന്റെ ദൗർബല്യമാണ്. എനിക്ക് എന്നോടുണ്ടായിരുന്നത് പനിനീർപ്പൂ പോലെ പരിശുദ്ധമായ ഹൃദയബന്ധമായിരുന്നു. പ്രായം നമ്മെ അകറ്റിയെങ്കിലും എന്റെ കൈയെത്തുന്ന ദൂരത്ത് തന്നെ നീ കാണുമെന്ന് ഞാൻ കരുതി. നീ അകലങ്ങളിൽ ആശ്വാസം കണ്ടെത്തും. ദുഃഖസാഗരങ്ങളുടെ സംഗമസ്ഥാനങ്ങളിൽ മൂകാനുരാഗവുമായി ഞാൻ. ആ അമ്മയോ? അമ്മ ആകെ ക്ഷീണിച്ചു പോയല്ലോ. ലേഹ്യം കഴിക്കുന്നില്ല? മതി മതി, രാഘവൻ എന്നോടെല്ലാം പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണ്. എനിക്ക് ആണിനും പെണ്ണിനും നീയേ ഉള്ളൂ. നിന്റെ ആഗ്രഹത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല. എങ്കിലും നിന്റെ അച്ഛൻ. അമ്മ അല്ലെങ്കിൽ എന്നും അച്ഛന്റെ ഭാഗത്താണ്. നിന്റെ അച്ഛൻ പറയുന്നതിന് എതിരൊന്നും ഞാൻ പറയാറില്ല. നീ ഇപ്പൊ സിനിമയിൽ പാട്ടെഴുതാൻ പോകണ്ട. അമ്മ ഇതിന് തടസ്സം നിൽക്കരുത്. സിനിമയിൽ പാട്ടെഴുതി ഒരു സിനിമാക്കാരനായി നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം? കൈവന്ന ഭാഗ്യം തൂത്തെറിയുന്നത് ശരിയാണോ അമ്മാവ? ഉള്ള ഭാഗ്യമൊക്കെ പോരേ മോനെ. അമ്മേ, ഒരു ചിത്രത്തിന്റെ പാട്ടുകൾ എഴുതിയിട്ട് ഞാൻ ഉടനെ മടങ്ങി വരാം. അമ്മ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കും. ഞാൻ നിന്റെ അച്ഛനോട് പറയാനോ? രാഘവൻ ഒന്ന് പറഞ്ഞു നോക്കി. എന്റെ മുഖത്ത് നോക്കി പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? മാധവി, അറിഞ്ഞില്ലേ? മഹാകാവ്യങ്ങളും കൊണ്ട് നിന്റെ പുത്രൻ മഹാനഗരത്തിലേക്ക് കുതിക്കുന്നു. അവന്റെ ഒരു ആഗ്രഹമല്ലേ? ആഗ്രഹങ്ങൾക്കും അതിലുണ്ട് രാഘവ. എന്റെ മകൻ ഒരു സിനിമാക്കാരനാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. സിനിമ ഇന്ന് ബഹുജന മാധ്യമമായ ഒരു കലയാണ് അച്ഛൻ. നീ എന്നെ പഠിപ്പിക്കാതെ. ഇവന്റെ ഒരു മാധ്യമം. പോയി പണി നോക്കടാ.